ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്ത മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് ഇപ്പം നല്ല ഡിമാൻഡാണ് മധുരക്കിഴങ്ങിന്. ഡോക്ടേഴ്സൊക്കെ പറയുന്നു മധുരക്കിഴങ്ങെന്ന് പറഞ്ഞാലും അത് ഡയബറ്റിക്കാർക്കൊക്കെ വളരെ നല്ലതാണ്. ഡയബറ്റിക്കിനെ റെഡ്യൂസ് ചെയ്യാൻ, പ്രമേഹത്തെ, പഞ്ചസാരയെ കുറയ്ക്കാൻ വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ചക്കരവള്ളിക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങെന്ന് പറയുന്നു. ഇത് തൊലി ഉരിച്ചിട്ട് ആണ് കഴിക്കേണ്ടത്. പക്ഷേ ഇതിപ്പം കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തോല് ഉരിച്ചാൽ മതി. ഇതിപ്പം തോല് ചെത്തി വൃത്തിയാക്കിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുത്തു. ഇതാ, ഒരു കാലത്ത് ഡയബറ്റിക് ഉള്ളവരിത് തൊടുകയല്ലായിരുന്നു. ഇപ്പം അത് കാരണം ഇപ്പം ഉരുളക്കിഴങ്ങിനേക്കാട്ടിലൊക്കെ ഒരുപാട് വില, ഇതിന് നല്ല വില വർദ്ധിച്ചു. ഇത് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇപ്പം നല്ലതാണ്. പിന്നെ ഇതിലൊന്നും വലിയ വിഷമില്ലല്ലോ, വിഷമടിക്കേണ്ട കാര്യം ഇതില്ലല്ലോ. ഇത്തിരി ഉപ്പിട്ടിട്ടാണിത്, തോല് കളഞ്ഞ് ഉപ്പിട്ടിട്ട് അടുപ്പത്ത് ഇട്ടു. എന്നിട്ട് വെള്ളം ഊറ്റി കളയണ്ടല്ലോ പൂളക്കിഴങ്ങ് പോലെ. കാരണം കഴിക്കട്ടെ, കാരണം പൂളക്കിഴങ്ങിന് കട്ടുള്ളത് കൊണ്ടാണ് പൂളക്കിഴങ്ങ് വെള്ളം ഊറ്റി കളയുന്നത്. ഇതിനതില്ലാത്തതുകൊണ്ട് കറക്റ്റ് വെള്ളത്തിൽ കറക്റ്റായിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇത് തോല് കളയണ്ട, കാരണം ഇതിൻ്റെ തോല് ചെത്തിയിട്ടാണ് അടുപ്പത്ത് വെച്ചത്. ഇത് ഒരു നേരത്തെ ഫുഡാക്കാം, രാവിലത്തെയോ രാത്രിയിലത്തെയോ ഫുഡായിട്ട് ഇത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാവുന്ന ഒരു വിഭവമാണ് ചക്കരവള്ളിക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന വിഭവം. ഇതിനകത്ത് ഒരുപാട് പോഷകങ്ങളുണ്ട്. നാരുകളാൽ സമ്പുഷ്ടമാണ് ചക്കരവള്ളിക്കിഴങ്ങ്. അതുകൊണ്ടിപ്പോൾ എല്ലാവരും ചക്കരവള്ളിക്കിഴങ്ങ് വാങ്ങിച്ച് പുഴുങ്ങി തിന്നാറുണ്ട്. ഇതിന് വേറൊരു രീതിയിലും ഇത് വയ്ക്കാം. അതായത് ചക്കരവള്ളിക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കൊത്തിയിടുകയില്ല, അതുപോലെ കൊത്തിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഒരുപാട് വെന്തളിഞ്ഞ് പോകരുത്. എന്നിട്ട് നമുക്കതിനെ പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കടുക് താളിച്ചിട്ട് ഇത്തിരി ഉഴുന്നിട്ടിട്ട് വറ്റൽമുളകും പൊട്ടിച്ചിട്ടിട്ട് കടുക് താളിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഈ വെന്തുടച്ച് വെച്ചിരിക്കുന്നതിനെ, അതിത്രയും ഉടയുണ്ട കേട്ടോ, കഷ്ണമായിട്ടിരിക്കണം. അതിനെ എന്നിട്ട് നമ്മൾ ചീനച്ചട്ടിയിലോട്ട് തട്ടിയിട്ട് ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇനി ഇത് നമുക്ക് ഇതിനെ ഇങ്ങനെ ഉടച്ച് വച്ചിരിക്കുന്നതിന് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുള ഉരുട്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കില്ലേ, അതുപോലെ കടലമാവ്, ഇത്തിരി കായവും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടിയിട്ട് അതിൽ മുക്കിയെടുക്കത്തക്ക ബോണ്ട ഉണ്ടാക്കേണ്ട പാത്രൻ്റെ അതുപോലെ കലക്കിയിട്ട് ഇതിനെ ഉരുട്ടി അതിലേക്ക് മുക്കി വെളിച്ചെണ്ണയിലിട്ട് പാകമാകുമ്പോൾ കോരിയെടുത്താൽ ഒന്നാന്തരം മധുരക്കിഴങ്ങ് ബോണ്ട. ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തു, നല്ലതായിരുന്നു. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞു, ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാം. ഇനിയും കൊണ്ടുവരുമ്പോൾ ഞാൻ മധുരക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം. എല്ലാവർക്കും അത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള സിമ്പിൾ പലഹാരങ്ങളുണ്ടാക്കി വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുക. പുറത്തുനിന്ന് അധികം ഭക്ഷണം മേടിച്ച് കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്ത് പുറത്തു പോയി ഭക്ഷണം കഴിക്കാതിരിക്കുക. അവരെങ്ങനെയൊക്കെ കഴുകിയാണോ വൃത്തിയായിട്ടെടുത്താണോ എന്ത്
പാറ്റ വീണതോ എറുമ്പ് വീണതോ ഈച്ച വീണതോ ആയിട്ടുള്ള വെളിച്ചെണ്ണയിലിട്ടാണോ വറുത്ത് കോരിയിരിക്കുന്നത്? ഇതൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ സമ്പത്ത്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കൂ. പ്രത്യേകിച്ചും മഴക്കാലത്തെ നമ്മൾ കൂടുതൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് മഴയത്തും ചളിയിലും ഒക്കെ പോയി അനാരോഗ്യം വരുത്തി വയ്ക്കാതെ ബി കെയർഫുൾ, വളരെ ശ്രദ്ധിക്കുക. ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ബായ്. നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെല്ലാവരും സുഖവും സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ.